ഇന്നാ ഫെബ്രുവരി 1. ഫെബ്രുവരി 8 എന്തരാണ്? ആ ഗിഫ്റ്റ് എന്ത് വേണം? എന്താ ഈ നടന്നത് എൻ്റെ എങ്കിൽ പിന്നെ ആ നശിച്ച ദിവസം ഒന്ന് കളറാക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ. അതിനുവേണ്ടി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം നക്ഷത്രയിൽ. അമ്മച്ചി പറഞ്ഞ ആ മൂക്കുത്തി വാങ്ങിക്കാൻ ജോലിയൊക്കെ കിട്ടി ഏൺ ചെയ്ത പൈസ നിന്ന് ആദ്യം വാങ്ങിക്കാൻ പോകുന്ന ഒരു ഗോൾഡ്. അത് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഡേക്കും കൂടി ആകുമ്പോൾ ഇറ്റ് മേക്സ് മോർ സ്പെഷ്യൽ ഫോർ മീ. ഇതൊരിക്കലും ഒരു പ്രൊമോഷണൽ വീഡിയോ എന്നല്ല, ബട്ട് അവിടുത്തെ കളക്ഷനെ കുറിച്ച് പറയാണ്ടിരിക്കാനും വയ്യ. നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും എനിക്ക് എന്ത് വേണം എന്നുള്ളൊരു ഐഡിയ ആദ്യമേ ഉണ്ടായിരുന്നത് കാരണം ചെന്നു കണ്ടു വാങ്ങി ഇറങ്ങി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പാലരോട്ടത്ത് ഒരു ആവശ്യത്തിന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് അവിചാരിതമായിട്ട് കയറിയതാണ്. ഓൾറെഡി പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു. അമ്മയുടെ ബർത്ത്ഡേ ഫെബ്രുവരി 8 വരിക. അപ്പോൾ ഒരു ഗോൾഡ് നോസ്പിൻ വാങ്ങിക്കണമെന്ന് മൈൻഡിലുണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് വാങ്ങിക്കുമെന്ന് കരുതിയില്ല. സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഇനി വീടിനകത്തേക്ക് കയറ്റുന്നതാണ് ടാസ്ക്. അങ്ങനെ സാധനം പോക്കറ്റിലേക്ക് കയറ്റിയിട്ട് നൈസായിട്ട് വീടിനകത്തേക്ക് കയറ്റുക. ഫെബ്രുവരി 8 ബർത്ത്ഡേ എങ്കിലും ഞാൻ ഇതൊരു ജാനുവരി ലാസ്റ്റ് 31 ആയപ്പോഴായിരുന്നു ഞാൻ ഇത് വാങ്ങിച്ചെന്ന് തോന്നുന്നു. ഇനി ഫെബ്രുവരി 8 വരെ ഇത് ആരുടെയും കണ്ണിൽ പെടാതെ സൂക്ഷിച്ച് വയ്ക്കേണ്ടത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. പിന്നെ അമ്മച്ചിയുടെ മേഖലകളിൽ അല്ലാത്ത ഏരിയകളിലൊക്കെ തപ്പിപ്പിടിച്ച് ഞാൻ കൊണ്ട് അവിടെ നിക്ഷേപിച്ചു. അങ്ങനെ ഫൈനലി ആ ദിവസം ഫെബ്രുവരി 8 ആ നശിച്ച ദിവസം അമ്മച്ചിയുടെ കണക്കിൽ എത്തിയിരിക്കുന്നു. എന്തോ ഒരു കുറവുണ്ട് അല്ലേ അല്ലേപ്പാ? ആര് കേൾക്കാൻ? അത് ഇതാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു ഗിഫ്റ്റ്. ആരാച്ചാര് ആര് മേടിച്ചതാന്ന്? അയ്യോ, എന്താ സാധനം അല്ല. പ്രതീക്ഷ അത്രയും ഞെട്ടലൊന്നും കിട്ടിയില്ലെങ്കിലും ഡയമണ്ട് മൂക്കുത്തി കിട്ടുന്നു ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പാവം എന്തൊക്കെ പറഞ്ഞാലും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസയൊക്കെ ഉണ്ടാക്കി ഒരു മൂക്കുത്തി വാങ്ങിച്ചു കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയൊരു മറുപടി അതിതാണ്. അത് അടിച്ചു മാറ്റിയതാ. എനിക്കതാണല്ലോ പരിപാടി. പിന്നെ ഞങ്ങൾ അന്ന് തന്നെ പോയില്ല. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി മൂക്കുത്താൻ അങ്ങോട്ട് പോയത്. ആക്ച്വലി പണ്ട് അമ്മച്ചി മൂക്ക് കുത്തിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് അപ്പൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് അമ്മായിമ്മയും നാത്തുമാരൊക്കെ കൊണ്ട് കുത്തിച്ചതാണ്. അതിനുശേഷം ഞാനും ചേട്ടനൊക്കെ വലുതായപ്പോൾ ചേട്ടൻ ഒരിടയ്ക്ക് കാത് കുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ കമ്മലിടാൻ വേണ്ടിയിട്ട് അമ്മച്ചിയുടെ മൂക്കുത്തി ഉരുക്കി കൊടുത്തതാണ്. ചേട്ടൻ്റെ കാതിൽ കിടന്ന കമ്മലും പോയി, അമ്മച്ചിയുടെ മൂക്ക് അടയുകയും ചെയ്തു. പിന്നെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ചെറിയൊരു തലയ്ക്ക് പെരുപ്പ് ഉണ്ടായിരുന്നത് ഒഴിച്ച് ആളൊക്കെ. അപ്പൊ ഗൈസ് അമ്മച്ചി പറയുന്നത് കണ്ണനെ വിളിച്ച കാരണം വേന ഉണ്ടായിരുന്നില്ലെന്നാ. സോ നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ കുറച്ചു നേരം കണ്ണാടി നോക്കി ബ്യൂട്ടിയൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി എന്താ അയ്യാ പോട്ടെ. ഇനിയും അവിടെ നിന്നാൽ നമുക്ക് പല പല ആഗ്രഹങ്ങൾ തോന്നിയാലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വരുന്ന വഴി ചെറിയൊരു ഷാജാഷയൊക്കെ കുടിച്ച് നൈസായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക്. അപ്പോഴേ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ബൈ. അപ്പോഴേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോട്ടോ.